ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വിഷയം, സഭാവിജ്ഞാനീയം എന്നൊരു പുസ്തകത്തിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഭയിൽ കടന്നുകൂടിയ പാരമ്പര്യങ്ങളിലൂടെ ഇതിൽ ഇഴുകിച്ചേർന്ന ചില പൊടികൾ, നമ്മുടെ വിശ്വാസങ്ങളിൽ വന്നുപോയിട്ടുള്ള അപചയങ്ങളെക്കുറിച്ച്, ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, അത് വിമർശനത്തിന് അതീതമാണോ അതെയോ അത് തിരുത്തപ്പെടേണ്ടതാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു ഈ പുസ്തകത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതേ കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 305 മുതൽ 337 വരെ ചരിത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യങ്ങൾ എഴുതാവുന്ന ഒരു പ്രവാചക പ്രസ്താവനയുടെ അക്ഷരാർത്ഥം റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതാപവാനായ ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ. ഇദ്ദേഹത്തിൻ്റെ കാലം വരെ ക്രിസ്തുമതം മർദ്ദനം നടന്നിരുന്നു. അതായത് നമുക്കെല്ലാം അറിയാവുന്നൊരു വിഷയമാണ്, സഭ ഏറ്റവും കൂടുതൽ പീഡനങ്ങളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമാണ് 1, 2, 3 നൂറ്റാണ്ടുകളിലെ. ഈ ഒരു സമയത്ത് സഭയുണ്ടായിരുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒട്ടും ചില്ലറയല്ല. എന്നാൽ അന്ന് സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടായിരുന്നു. സഭയിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളുണ്ടായിരുന്നു. വിശ്വാസികളും രക്തസാക്ഷികളുമായി ശക്തമായി മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ 305 മുതൽ 337 വരെ ചക്രവർത്തിയായിരുന്ന റോമായിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇതിനെക്കുറിച്ച് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ 39ാമത്തെ പേജിൽ, കോൺസ്റ്റന്റൈൻ്റെ കാലം വരെ ക്രിസ്തുമതം മർദ്ദനം നടന്നിരുന്നു. അനേക രക്തസാക്ഷികൾ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്വജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. മർദ്ദിതയായ സഭ പെട്ടെന്ന് സ്വതന്ത്രയായി. ക്രമേണ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി. ഈ പുതിയ സ്ഥാനലബ്ധിക്ക് സഭയ്ക്ക് അംഗസംഖ്യയും അംഗീകാരവും നേടാൻ ഇടയാക്കി. ക്രമേണ സാമ്രാജ്യത്തിനുള്ളിൽ മറ്റു മതങ്ങൾ നിശ്ചിതമായി മാറി. ചക്രവർത്തിയുടെ മതം പ്രജകളും സ്വീകരിച്ചേ പറ്റൂ എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. ആനുകൂല്യങ്ങളും പദവികളും സഭയെ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തഴച്ചു വളർത്തി. സഭാധികാരികൾ രാഷ്ട്രീയ തലവും പ്രബലമാക്കി. ഇസ്ലാമിക രാജ്യത്തിലെ മതാധികാരികളെ പോലെയോ മറ്റു പാർട്ടികൾ നിശ്ചിതമായ രാജ്യത്തെ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടികൾ എന്ന പോലെയോ ഉള്ള ആനുകൂല്യവും അധികാരവും അംഗീകാരവും സ്വാധീനവും പ്രതാപവും ക്രിസ്തു മത അധികാരികൾക്കും ലഭിച്ചു. ഈ വ്യവസ്ഥയനുസരിച്ച് കാനോൻ നിയമസംഹിതകളും രൂപം കൊണ്ടു. ഭരണകർത്താക്കളെ നിയമത്തിനും സാമ്രാജ്യ അധികാരങ്ങൾക്കും നിർണായകമായ സ്വാധീനം കൈവന്നു. പദവികൾക്കും ചേർന്ന അഭിസംബോധന രൂപങ്ങൾ, വേഷവിധാനങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, സുഖസൗകര്യങ്ങൾ എന്നിവയെല്ലാം സഭാധികാരികൾ നേടി. അതായത് ഇവിടെ പുസ്തകം പറഞ്ഞു വെക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് വരെ സഭാ മേലാധികാരികൾ നടക്കാനോ സഞ്ചരിക്കാനോ വസ്ത്രധാരണത്തിനോ വലിയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളോ ഒന്നുമില്ലാതിരുന്ന, ദാരിദ്ര്യം മാത്രമുണ്ടായിരുന്ന, തൻ്റെ പേര് ക്രിസ്ത്യാനി എന്ന് ലോകം അറിയപ്പെട്ടാൽ മരണം വരിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ, കഷ്ടതയുടെ, ദുരിതങ്ങളുടെ കാലഘട്ടത്തിൽ സഭ ശക്തമായി വളർന്നു. എന്നാൽ അധികാരം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു വന്നപ്പോൾ വേഷവിധാനങ്ങൾ മാറി, സൗകര്യങ്ങൾ മാറി, താമസ സ്ഥലങ്ങൾ മാറി, കൊട്ടാരങ്ങളായി മാറി. ഇനി അധികാരം അതിന് മേൽ വന്നു. ഇത് തികച്ചും രാഷ്ട്രീയ അധികാരങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കടന്നു വന്നു എന്ന് വ്യക്തമായി ഈ പുസ്തകം പറയുന്നു. ആഴമുള്ള ആത്മീകാചാര്യന്മാരാവുന്നതിന് പകരം മേലാധികാരികളെ പ്രീണിപ്പിച്ച് സഭയിലെ പ്രമുഖ സ്ഥാനം എങ്ങനെയെങ്കിലും നേടാൻ നിരവധി ആളുകൾ മുന്നോട്ട് വന്നു. അത് ഒരു അത്ഭുതമല്ലല്ലോ. ആ അജീവനാന്ത കാലം സുഖലോൽപമായി പ്രതാപ ശൈലിയോടെ വാഴാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്താൻ അധിക പേരും ഉണ്ടായില്ലല്ലോ. ആധ്യാത്മികമായി അധപതിച്ചിരുന്നവർക്കും അധികാരത്തിൻ്റെ ചെങ്കോൽ പിടിക്കാൻ ആവേശമായിരുന്നു. സഭാഭരണത്തിലുള്ള കേന്ദ്രീകരണം നടന്നു. കാനോൻ നിയമസംഹിതകൾ മേലാധികാരികൾക്ക് അനുകൂലമായി രൂപകൃതമായതിന് കാരണം ഇതാണ്. ഭരിക്കുന്നവരുടേതാണ് ഭരണീയരെന്ന വികലധാരണ പ്രചരിച്ചു. സഭ ദൈവത്തിൻ്റെ ജനമാണെന്ന സത്യം അവർ കന്യമായി തീർന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചിട്ടും വിശ്വസ്ത അനുയായികൾ പരിമിതമായിരുന്നല്ലോ. പണവും പ്രതാപവും സുഖസൗകര്യങ്ങളും വശ്യ ശക്തിയായി മാറി. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സഭയിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് വൈരുദ്ധ്യം. പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായി മുന്നോട്ട് വെക്കുന്ന കാര്യം, സഭ പൂർണ്ണമായും അധികാരത്തിന് വിധേയപ്പെട്ടു. ക്രിസ്തുവിൽ സ്ഥാപിതമായ സകല കാര്യങ്ങളും അതിൽ നിന്നും മാറ്റപ്പെട്ടു. അല്ലെങ്കിൽ
അത് വലിയ അപജയമാണ് ഉണ്ടാക്കിയത്. ഇവിടെ വ്യക്തമായി പുസ്തകം പറയുന്ന കാര്യം, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നിട്ടും വെറും 12 ശിഷ്യന്മാരാണ് ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായത്. എന്നാൽ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു. ഒരുവൻ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സഭയിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഓർക്കുമ്പോൾ വലിയ വിഷമമാണ് എന്നാണ് സേവ്യർ കൂടപ്പുഴച്ചൻ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്രയും അധികം പരാജയപ്പെടുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ അധികാരം മാത്രമായി വരുന്ന ഒരവസ്ഥയിലേക്ക് സഭ പോയത് എന്തുകൊണ്ടാണ്? സുവിശേഷം തൊട്ടു തീണ്ടാത്ത അവസ്ഥയിൽ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ യാതൊരു വിധത്തിലും ഇല്ലാത്ത അവസ്ഥയിൽ, ജനങ്ങൾ, വിശ്വാസികൾ സുവിശേഷത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരികൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങേണ്ടി വരുന്ന, അത് ശരിയെന്ന് വിശ്വസിച്ച് അതിനെ അനുസരിക്കാൻ മാത്രം പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു പോയപ്പോൾ സഭയ്ക്കുണ്ടായ ഏറ്റവും വലിയ പരാജയമാണിത്. മാത്രമല്ല, സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ സഭയുടെ അധികാരികളായി മാറുകയും സാമ്രാജ്യത്തിൻ്റെ അധികാരികളെ പ്രീണിപ്പിച്ചുകൊണ്ട് സഭയുടെ അധികാരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു വന്ന ഏറ്റവും വലുതാണ് ഈ അപജയമെന്ന് വ്യക്തമായി പുസ്തകം വയ്ക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, പുതുതായി നീ വിശ്വാസത്തിൽ വന്നവനെ എന്ത് ചെയ്യരുത്? ശ്രേഷ്ഠനായി വെക്കരുത്, അല്ലെങ്കിൽ ഉന്നതനായി അവനെ നിർത്തരുത്, അവനെ ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കരുത് എന്ന് വ്യക്തമായ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുമ്പോൾ, ഇന്ന് ഏതൊരു മിനിസ്ട്രിക്കും ഏതൊരു സഭയ്ക്കും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായി കയറി വന്നവനെ അപ്പാടെ വിശ്വസിക്കുകയും അവന് അധികാരം ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആ മിനിസ്ട്രിയുടെ, അല്ലെങ്കിൽ ആ സഭയുടെ, വിശ്വാസ സമൂഹത്തിൻ്റെ പരാജയമായി കാണണം. കാരണം അത് പിന്നീട് വലിയ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. വലിയ പിളർച്ചകൾ, വലിയ പ്രതികൂലങ്ങൾ ഈ മിനിസ്ട്രിക്കാകട്ടെ സഭയ്ക്കാകട്ടെ ഉണ്ടാകുമെന്ന് വ്യക്തമായി ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നോട്ട് വെക്കുക. ദൈവവചനത്തെക്കുറിച്ച് ആഴമായി അറിവില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൻ്റെ മേലാധികാരിയായി ഇരുന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ സംഭവിക്കുന്ന പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ കത്തോലിക്ക സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല വിശ്വാസ അപചയങ്ങൾക്കും, അല്ലെങ്കിൽ വിശ്വാസം എന്ന പേരിൽ ഇന്ന് നടക്കുന്ന ചില പേക്കൂത്തുകളുടെയും കാരണമെന്ന് വ്യക്തമായി ഈ ഒരു വിശകലനം, ഈ ഒരു രണ്ടാം വത്തിക്കാൻ സൂനോദോസിന്റെ വിശകലനം നമ്മുടെ മുൻപിൽ വെക്കുക. മാർപ്പാപ്പമാർ പേപ്പൽ സ്റ്റേറ്റിന്റെ രാജാവായി മാറിയതോടെ രാജകീയ ആഡംബരവും വേഷവിധാനങ്ങളും ജീവിതശൈലിയും സഭാതലത്തിൽ കടന്നു വന്നു. അത് ന്യായീകരിക്കാൻ കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയെപ്പറ്റി ചരിത്രകാരന്മാർ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ തോമസ് പി നെയിലിനെ കുറിച്ചും റൈമണ്ട് എച്ച് സ്കാഡിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ കാത്തോലിക്കൽ ചർച്ച് ഉള്ള ചില പുസ്തകങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, ഇത് പല രേഖകളും കൃത്രിമമായി, അതായത് അവരുടെ ആഡംബരത്തിന് വേണ്ടി, അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി പല രേഖകളും കൃത്രിമമായി സൃഷ്ടിക്കുക തന്നെ ചെയ്തു. എത്രത്തോളം പരാജയമാണ് എന്ന് നമ്മളിന്ന് പരിശോധിച്ച് നോക്കുക. മതത്തിൻ്റെ പേരിൽ അനേകായിരങ്ങളെ ജീവനോടെ ദഹിപ്പിച്ച ഇൻക്വിസിഷൻ വരെ സഭാധികാരികൾ പ്രയോഗിച്ചു. പാപ്പാസ്ഥാനവും മെത്രാൻ, കർദിനാൾ തുടങ്ങിയ ഉന്നത പദവികളുമൊക്കെ നേടാൻ അനർഹർ വിദഗ്ധമായി ചരട് വലിച്ചു. ബലപ്രയോഗം വരെ നടന്നു. ചില കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പ സ്ഥാനം വരെ ഇക്കൂട്ടർ പിടിയിലാക്കിയതിൻ്റെ ദാരുണ ചരിത്ര ഗവേഷകർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അതായത് ഇതിൻ്റെ മേലാധിപത്യം ഏതൊക്കെ രീതിയിൽ, അത് പാപ്പാസ്ഥാനം മുതൽ മെത്രാൻ മുതൽ കർദിനാൾ മുതൽ എല്ലാ പദവികളും അനർഹർ, ഒരർഹതയുമില്ലാത്തവർ നേടുവാൻ വേണ്ടി പിന്നാമ്പുറങ്ങളിൽ ചരട് വലിച്ച പല കഥകളും പല ഹിസ്റ്ററികളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് വ്യക്തമായി നമ്മുടെ മുൻപിൽ വെക്കുന്ന കാര്യം ഇതാണ്, ഇത് ഈ ഒരു വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ സഭയുടെ അടിവേരിനെ പോലും ഇളക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് വ്യക്തമായി പുസ്തകം പറഞ്ഞു വയ്ക്കുക. ഇദ്ദേഹം ഇത് പറയുന്നത് യാതൊരു വിധത്തിലും കാടടച്ച് വെടിവെക്കുകയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് വ്യക്തമായി ഉദാഹരണം പറയുന്നത് AD 904 മുതൽ 964 വരെയുള്ള കാലഘട്ടം. ഇതിനകത്ത് മാർപ്പാപ്പയായിരുന്ന തിയോഫിലിക്സ് എന്ന പ്രഭു കുടുംബത്തിൻ്റെ സ്വാധീനത്തിലായിരുന്നു. ആരൊക്കെ അവിടെ മാർപ്പാപ്പയായി വന്നുവോ ഈ ഒരു 60 വർഷക്കാലം, 1-2 വർഷമല്ല, 60 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്ന പ്രഭു കുടുംബത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രം പലരും മാർപ്പാപ്പമാരായി വന്നു.
ഇതിനെക്കുറിച്ച് വ്യക്തമായി ഇതിനെ തെളിവുകൾ വെച്ചിരിക്കുന്നത് സഭാവിജ്ഞാനീയം വളരെ കുറച്ച് തെളിവുകൾ മാത്രമാണ് നമ്മൾ ഈ കാര്യത്തിൽ വെച്ചിരിക്കുന്നതെങ്കിൽ തിരുസഭാ ചരിത്രം എന്നൊരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ പേജ് നമ്പർ 655 വരുമ്പോൾ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ എന്ന രീതിയിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്. ചാർലിമെയിൻ സാമ്രാജ്യത്വ അധിപതനം മുതൽ ഓട്ടോമൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലഘട്ടം യൂറോപ്പിൽ ഇരുണ്ട യുഗമെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ റോമിലെ പോലെ മറ്റൊരിടത്തും ഇതിൻ്റെ ക്രൂരതാണ്ഡവം നടന്നില്ല. മാർപ്പാപ്പമാരെ അവരോധിക്കുന്നതിലും സ്ഥാനഭ്രഷ്ടരാക്കുന്നതിലും നീണ്ട 60 വർഷത്തേക്ക് ഒരു കുടുംബം വ്യക്തമായ സ്വാധീനം ചെലുത്തി. റവന്നായിലെ ഭരണ ചുമതലകൾ വഹിച്ച സൈന്യാധിപന്റെ അധികാരം കൂടെ ഉണ്ടായിരുന്ന തെയോഫിലാക് കുടുംബത്തലവനായിരുന്നു ഇവർ. 3-ാം സെർജിയൂസ് മാർപ്പാപ്പ യുടെ കാലത്തോടു കൂടെയാണ് ഇദ്ദേഹത്തിന്റെ സ്വാധീനം പ്രകടമായത്. സെർജിയൂസ് 3-ാമൻ പാപ്പ ഹോർമ്യൂസിനെതിരെ എല്ലാ മുടക്കുകളും പുനരാവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പട്ടം അസാധുവായി പ്രഖ്യാപിച്ചു. ഇറ്റലി മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ഇത് കാരണമായി. അധികാരവും പദവിയും സഭയിൽ ആകർഷകമാകുമ്പോൾ അനർഹർ സ്ഥാനങ്ങൾ ലഭിക്കാൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നതിന് ഈ കാലഘട്ടത്തിൻ്റെ സഭാചരിത്രം ഉത്തമ ഉദാഹരണങ്ങളാണ്. അതായത് അർഹതയില്ലാത്തവർ ഇവിടെ കയറി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതികൂലങ്ങൾ, വലിയ പ്രതിസന്ധികൾ എന്താണെന്ന് വ്യക്തമായി നമ്മുടെ മുൻപിൽ വെക്കുക. ഇവിടെ ഒരുപാട് തെളിവുകൾ അച്ഛൻ ഇതിനെക്കുറിച്ച് വെച്ചിരിക്കുന്ന അനേക തെളിവുകൾ ഇവിടെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും ഈ പുസ്തകം സഭാവിജ്ഞാനീയം നമ്മളോട് പറയുന്ന ഒരേ സമയത്ത് 3 പേർ വരെ പാപ്പാ സ്ഥാനത്തെത്തി. 1309 മുതൽ 1378 വരെയുള്ള കാലഘട്ടത്തിൽ ഒരാളല്ല ഈ പാപ്പയുടെ സ്ഥാനത്ത്. നമ്മളിപ്പോൾ പാപ്പ എന്ത് പറയുന്നോ, മാർപ്പാപ്പ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരേ സമയത്ത് സഭയിൽ 3 പേർ ഒരുപോലെ മാർപ്പാപ്പ സ്ഥാനത്തിരുന്നൊരു ചരിത്രം നമുക്കുണ്ട്. ആ സംഭവം നമ്മളെ അത്ഭുതമുളവാക്കിയേക്കാം. എന്നാൽ എതിരാളികളെ വധിച്ച് അധികാരം കയ്യാളാക്കിയ ആളുകളുമുണ്ട്. ധാർമ്മികമായ അധപതനം എന്നല്ലാതെ ഇതിനെന്താ പറയുക? വിശ്വാസം എവിടെയാണ് ഇവിടെ ഉള്ളത്? വിശുദ്ധ സുവിശേഷത്തിന്റെ ഏതെങ്കിലും ഒരു പാരമ്പര്യം വെച്ചിട്ടാണോ അവരോധിക്കപ്പെട്ട 2 മാർപ്പാപ്പമാരെ ജയിലിൽ അടച്ചുകൊണ്ട് ആ 2 പേരെയും അവസാനം കൊന്നു തള്ളിക്കൊണ്ട് ഒരു വ്യക്തി മാർപ്പാപ്പയായിരിക്കുന്നു? അതാകട്ടെ ചില അധികാരികൾ ആ വ്യക്തിയെ സ്വാധീനിച്ച് അവിടെ നിർത്തിയിരിക്കുകയും ചെയ്തിയ ചില പ്രഭു കുടുംബങ്ങളുടെ പിന്നാമ്പുറത്തെ ഭരണതരമാണ് ഇതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് ചിന്തിക്കുന്നത്? എവിടെയാണ് നമ്മുടെ പാരമ്പര്യത്തിന് ശ്രേഷ്ഠത നമുക്ക് പറയാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1-2 വർഷമല്ല ഞാനീ പറഞ്ഞു വെച്ചത്. 904 മുതൽ 964 വരെയുള്ള 60 വർഷം, നീണ്ട 60 വർഷമുള്ള പാരമ്പര്യം നമ്മൾ ഏത് രീതിയിൽ ശ്രേഷ്ഠമാണെന്ന് പറയും? അവിടെ കടന്നു വന്ന പാരമ്പര്യങ്ങൾ എത്രത്തോളം മോശമായിരിക്കും? ഇനി വേണ്ട 1309, അതായത് ഇവിടെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കണം, 12-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ജപമാല പോലെയുള്ള പ്രാർത്ഥനകൾ സഭയിൽ കടന്നുകൂടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പല വീഡിയോകളിലും അത് ചെയ്തു. ജപമാല പ്രാർത്ഥന സഭയെ വിശുദ്ധീകരിച്ചു, അല്ലെങ്കിൽ സഭയിൽ ഉണ്ടാക്കിയ വലിയ പ്രതികൂലങ്ങളെ മാറ്റി എന്ന് പറയുമ്പോൾ 1309 13-ാം നൂറ്റാണ്ടിൽ 1378 വരെ 3 പേർ ഒരേ സമയം മാർപ്പാപ്പയായിട്ടിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ജപമാല പ്രാർത്ഥനയിലൂടെ സഭ എന്ത് ശ്രേഷ്ഠതയാണ് കരുതിയത്? എന്ത് ശ്രേഷ്ഠമായ നന്മയാണ് സഭയ്ക്കുണ്ടായത്? യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ എന്ന പിതാവെ പ്രാർത്ഥിക്കാതെ ആ പ്രാർത്ഥനയെ ഇല്ലാതാക്കിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ശ്രേഷ്ഠമായി കരുതി വെച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന് മക്കൾക്ക് ദൈവത്തെ വിളിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മാനുഷികമായ പ്രാർത്ഥനയെ ഉയർത്തിയപ്പോൾ സഭയ്ക്കുണ്ടായ നാശനഷ്ടം ചില്ലറയൊന്നുമല്ല. 13-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഏറ്റുവാങ്ങിയത് ഒരേ സമയം 3 മാർപ്പാപ്പമാർ വന്നിരുന്ന ആ ധാർമ്മിക അധപതനം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ പുസ്തകം ഇതിന്റെ 42-ാം പേജിൽ വ്യക്തമായി ഈ പുരോഹിതൻ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ള സുഹൃത്തുക്കളെ. ഇതിനെക്കുറിച്ച് വ്യക്തമായി തിരുസഭാ ചരിത്രത്തിലും വ്യക്തമായി നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. സെർജിയൂസ് 3-ാമൻ മാർപ്പാപ്പ 904 മുതൽ 911 വരെ തൻ്റെ മുൻഗാമികളായ ലയോ 5-ാമനെയും ബദൽ പാപ്പയായിരുന്ന
ക്രിസ്തഫറിനെയും തടവിലാക്കി വധിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ തിരുസഭാ ചരിത്രം അതിൻ്റെ പേജ് നമ്പർ 656 പേപ്പൽ ഭരണകാര്യങ്ങളിലേക്ക് ചില പ്രഭു കുടുംബങ്ങൾ കടന്നു വന്നതിൻ്റെ പരിണിത ഫലം തോമസ് നീൽ, റെയ്മണ്ട് ഷാമൻഡ്, ഹ്യൂഗ്സ് ഫിലിപ്പ്, ഡ്യൂഷൻ തുടങ്ങിയ ചരിത്രകാരന്മാർ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം താഴെ കൊടുക്കുന്നു. അധികാരവും പ്രതാപവും ആഡംബരവും സഭയിൽ വരുത്തുന്ന ആപത്തുകളുടെ ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ധാർമ്മികതയുടെ ആധ്യാത്മിക ആചാര്യന്മാർ അധാർമികതയുടെ തട്ടിൽ നിബദിക്കുന്ന ദാരുണ ചരിത്രമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ജീവിത സാക്ഷ്യം നൽകാതെ സഭാനേതൃത്വം, ഇവിടെ താഴെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, 2 പാപ്പമാരെ ഇവിടെ അധികാരത്തിൽ, ഒരു പാപ്പ സെർജിയോസ് മൂന്നാമൻ മാർപ്പാപ്പ തൻ്റെ മുൻഗാമിയായ 2 പേരെ, ലയോ 5-നെയും ക്രിസ്തഫറിനെയും തടവിലാക്കി കൊന്നുകളഞ്ഞ ഒരു ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായി തോമസ് നീലും അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു പാരഗ്രാഫ് മുഴുവനുണ്ട്. അവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന വേറെ കുറേ വിഷയങ്ങളുണ്ട്. ഇന്ന് ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നതെങ്കിൽ 1-ാമത്തെ ഇതിൻ്റെ പതിപ്പിൽ വ്യക്തമായി പല കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. മരോസി എന്ന ഒരു സ്ത്രീയെക്കുറിച്ചും മരോസിയുടെ ഭർത്താവായിരുന്ന സെർജിയോസ് മൂന്നാമൻ പോപ്പിനെ കുറിച്ചും, ഈ സെർജിയോസ് മൂന്നാമൻ പോപ്പിന് മരോസി എന്ന വ്യക്തിയിൽ അവിഹിതമായി ഉണ്ടായ മകനെ പോലും പോപ്പാക്കി വാഴിച്ച ഒരു ചരിത്രം കൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഞാനിത് മുഴുവൻ വായിച്ച് ഒരു നാണക്കേട് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇത്രത്തോളം അപഹാസ്യമായ രീതിയിൽ പോയതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. എവിടെയാണ് നമുക്ക് പാരമ്പര്യം എന്ന പേരിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ശ്രേഷ്ഠമായി കരുതാൻ കഴിയുക? വിശുദ്ധ ബൈബിളിന് അടിസ്ഥാനമില്ലാതെ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാതെ ഞാൻ ഏതെങ്കിലും ഒരു വിഷയം ബൈബിളിൽ നിന്നെടുത്ത് പറയുമ്പോൾ സഭ അത് പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്ന ചോദ്യം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ബൈബിളിന് വിരുദ്ധമായ ഒരൊറ്റ പാരമ്പര്യവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ബൈബിളിന് വിരുദ്ധമായ ഒരു പാരമ്പര്യം നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ വായിച്ച ചില പാരമ്പര്യങ്ങൾ കൂടെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുമെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇക്കാലഘട്ടത്തിൽ സഭാ നിയമം തീർത്തും അവഗണിക്കപ്പെട്ടു. ലത്തീൻ സഭയിലെ വൈദികരായ ശേഷം വിവാഹം സാധാരണയായി. മതാനുഷ്ഠാനങ്ങൾ കച്ചവടമായി അധപതിച്ചു. പ്രഭുക്കന്മാർ സ്വന്തം ആൾക്കാരെ രൂപതയിലും ആശ്രമങ്ങളിലും വാഴിച്ചു പോന്നു. നോർമണ്ടയിലെ പ്രഭു റിച്ചാർഡ് 1 തൻ്റെ മക്കൾക്ക് വരുമാനമാർഗമായി പങ്കുവച്ചു കൊടുത്തത് രൂപതകളായിരുന്നു. ഫ്രാൻസിലും ബർഗണ്ടയിലും രൂപതകളും മറ്റും കുടുംബ വസ്തുക്കളായി കൈമാറി. അവയുടെ ഭരണം പിന്തുടർച്ച അവകാശികൾക്കും. തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അക്രമവും കൈക്കൂലിയും സർവ്വസാധാരണമായി. ഒരു പ്രഭുവിൻ്റെ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ മാർപ്പാപ്പയാകുന്നു. മറ്റൊരു പ്രഭുവിൻ്റെ 10 വയസ്സുള്ള മകനു വേണ്ടി നാർബോണിലെ അതിരൂപത വാങ്ങുന്നു. ഭീമമായ തുക കൊടുത്ത് അതിരൂപത വാങ്ങിയത് മൂലമുണ്ടായ കടം വീട്ടാൻ ഭൂമി, കൊട്ടാരം മുതലായവ വിൽക്കുന്നു. പ്രശസ്ത സേവനത്തിനുള്ള സമ്മാനങ്ങളായി തീർന്നത് രൂപതകൾ. ആധ്യാത്മികത അതുപോലെ അധപതിച്ചു എന്ന് വ്യക്തമായി പുസ്തകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. വീണ്ടും ഈ പുസ്തകം പറയുന്ന കുർബാന, കുമ്പസാരം, മറ്റു കൂദാശകൾ ഇവ ശരിയായ ആന്തരിക ചൈതന്യമില്ലാതെ അനുഷ്ഠാനങ്ങൾ മാത്രമായി തരം താഴ്ത്തപ്പെട്ട വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് അന്ധവിശ്വാസവും ഭക്തിയുടെ പേരിൽ കപടഭക്തിയും സഭയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ധനാസക്തിയും സ്ഥാനം പിടിച്ചു. 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. 1, ആന്തരികമായ ചൈതന്യമില്ലാത്ത അനുഷ്ഠാനങ്ങൾ, വിശ്വാസവും ഭക്തിയുടെ പേരിൽ കപടഭക്തിയും അന്ധവിശ്വാസവും ഇതിൻ്റെ അകത്ത് കയറിക്കൂടി. മാത്രമല്ല സകലത്തിൻ്റെയും അടിസ്ഥാനം ധനാസക്തിയുമായി ഇതിന് സ്ഥാനം പിടിച്ചു. അങ്ങനെ പരാജയത്തിലേക്ക് അടിവെച്ച് നീങ്ങുകയായിരുന്നു യൂറോപ്പിലെ സഭ. അത് മറ്റേതൊരു സംഘടനയും പോലെയായി. ക്രിസ്തുവിൻ്റെ ആദർശാനുസരണം ജീവിക്കുന്നവർ പിന്തിരിപ്പന്മാരും വിധേയത്വമില്ലാത്തവരും കൊള്ളരുതാത്തവരും രാജ്യസ്നേഹമില്ലാത്തവരുമായി മാറി. ഇന്ന് യൂട്യൂബിലൂടെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന, ഇന്ന് കേരള സഭയിലുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്, അനാചാരങ്ങളെക്കുറിച്ച്, ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഞാനും അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവരും എന്തായി പരിഗണിക്കപ്പെടുന്നുവോ അതുപോലെ തന്നെ അന്ന് സംഭവിച്ചുവെന്ന്, അതായത്
ക്രിസ്തുവിൻ്റെ ആദർശമനുസരിച്ച് ജീവിക്കുന്നവർ പിന്തിരിപ്പന്മാരും വിധേയത്വമില്ലാത്തവരും കൊള്ളരുതാത്തവരും രാജ്യസ്നേഹമില്ലാത്തവരുമായി മുദ്ര കുത്തപ്പെട്ടു. ഇന്നും സംഭവിക്കുന്ന വ്യത്യസ്തമല്ല. ഇന്നും വിശ്വാസത്തിന്റെ അപജയങ്ങളെക്കുറിച്ച്, പരാജയങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നവർക്ക് ഇന്നും സംഭവിക്കുന്നത് തന്നെയാണ്. കൃപാസനം പോലെയുള്ള ഇവിടെ മാതാവിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ, അന്യ ആരാധനകളെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ, വലിയ വിശ്വാസത്തെ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ജനത്തെ കീഴടക്കുന്ന അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതിനെതിരെ നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ വിധേയത്വമില്ലാത്തവനായി മാറും, കൊള്ളരുതാത്തവനായി മാറും. ഇതേ മുദ്രകൾ നമുക്ക് വച്ചു തരുന്നു. ഇത് തന്നെയാണ് ഈ പുസ്തകം വെച്ച് പറയുന്നത് വളരെ കൃത്യമായി. ഇനിയും അനേക ചരിത്രങ്ങളുണ്ട്. ഈ ചരിത്രം മുഴുവൻ വായിച്ചാൽ ഇന്ന് ഒരു കത്തോലിക്കൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നത് പോലും നമുക്ക് വലിയ പ്രശ്നമാകും. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ചില ചരിത്ര പഠനങ്ങളുണ്ട്. എന്തെല്ലാം വെച്ചാലും ഇതൊക്കെ പറഞ്ഞാലും വർഷങ്ങളോളം ഈ ഒരു പാരമ്പര്യത്തിൽ തെറ്റായ കാര്യം പിന്തുടർന്നു എന്ന് പറഞ്ഞാലും ഇന്ന് ഞാനായിരിക്കുന്ന ഈ കത്തോലിക്ക സഭ എന്ന് വിശുദ്ധ ബൈബിൾ ശ്രേഷ്ഠമായി കരുതുന്നുവോ, ഈ വിശുദ്ധ വചനമല്ലാതെ, ഈ വചനത്തിന് അടിസ്ഥാനമല്ലാതെ, ഈ വചനത്തിന് വിരുദ്ധമായ യാതൊരു പ്രവൃത്തിയെയും ഞങ്ങൾ അനുകൂലിക്കത്തില്ല എന്ന് വിശ്വാസികൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നു, സഭ എന്ന് വിശ്വസിച്ചു തുടങ്ങുന്നു, അന്നു മുതൽ ഇതിന് നവീകരണം ഉണ്ടാകും. അന്നേ ഇത് നവീകരിക്കപ്പെടത്തുള്ളൂ. നമ്മളെല്ലാം വിശ്വാസം, നമ്മളെല്ലാം ചിന്ത അധികാരികളാണ് നവീകരിക്കപ്പെടേണ്ടത്. യാതൊരു വിധത്തിലും അത് ശരിയല്ല. ഈ പുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വിശ്വാസികളിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. വിശ്വാസികൾ എന്ന് നവീകരിക്കപ്പെടുന്നുവോ, വിശ്വാസികൾ എന്ന് സുവിശേഷവൽക്കരിക്കപ്പെടുന്നുവോ, അന്നു മുതൽ സഭ നവീകരിക്കപ്പെടും, സഭ സുവിശേഷവൽക്കരിക്കപ്പെടും. കാരണം സഭ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹൈറാർക്കി അല്ല. സഭ എന്ന് പറയുന്നത് ഒരിക്കലും അധികാരികളല്ല. സഭ എന്ന് പറയുന്നത് ഒരു മാർപ്പാപ്പയോ കുറച്ച് മെത്രാന്മാരോ കുറച്ച് പുരോഹിതരോ, അതായത് സഭയുടെ 1-2% വരുന്ന അധികാരികളല്ല സഭ. സഭ എന്ന് പറയുന്നത് വിശ്വാസികളാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഇനിയെങ്കിലും തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകണം. വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന, സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്ന, ദൈവവചനം മുന്നോട്ട് വയ്ക്കുന്ന ആധ്യാത്മികതയാകണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിനെ കണ്ടാൽ മനസ്സിലാകും, തിന്മയെ കണ്ടാൽ മനസ്സിലാകും. ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്ത് തിന്മ ചെയ്താൽ അത് മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ക്രിസ്തീയ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് എന്നുള്ളത് വ്യക്തമായി നമ്മുടെ മുൻപോട്ട് വയ്ക്കുക. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചരിത്രപരമായ പാഠം ഒരേ കാര്യമുള്ളൂ. പാരമ്പര്യത്തിൽ വന്നിരിക്കുന്ന പൊടികളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യത്തിലൂടെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളല്ല നമുക്ക് അടിസ്ഥാനം. ഒരേ ഒരു അടിസ്ഥാനം മിശിഹായാണെന്നും ക്രിസ്തുവിനെ സ്ഥാപിക്കപ്പെട്ട ഈ സഭയ്ക്ക് ഏക അടിസ്ഥാനം ഈ വിശുദ്ധ വചനത്തിലൂടെ വന്നിരിക്കുന്ന ആരാധനക്രമങ്ങളും പ്രബോധനങ്ങളുമാണെന്നും വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് എതിരായി എന്തെങ്കിലും ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണെന്നും അത് ക്രിസ്തീയമല്ലെന്നും വിശ്വാസി ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് ഈ ചരിത്ര പാഠങ്ങൾ നമുക്ക് വ്യക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, 13-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ഉള്ള ഏതെങ്കിലും മാർപ്പാപ്പമാരോ അധികാരികളോ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകളോ തിന്മകളോ ചെയ്തു എന്ന് പറഞ്ഞ് സഭയെ അധിക്ഷേപിക്കാനോ സഭയെ മാറാനോ പുതിയ ഏതെങ്കിലും ഒരു സഭയിലേക്ക് അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് പറഞ്ഞ് മാറിപ്പോകാനോ അല്ല നമ്മൾ തുനിയേണ്ടത്. പകരം ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സഭയിൽ വിശുദ്ധ സുവിശേഷത്തിൻ്റെ സുവിശേഷവൽക്കരണം നടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് തന്നെയാണ് 23-ാം ജോൺ മാർപ്പാപ്പ നമ്മുടെ മുൻപിൽ വെച്ചത്. 2-ാം വത്തിക്കാൻ സുനഹദോസിലൂടെ സഭയ്ക്ക് മുൻപിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: സഭ സുവിശേഷവൽക്കരിക്കപ്പെടണം, വിശ്വാസികൾ സുവിശേഷവൽക്കരിക്കപ്പെടണം. അങ്ങനെ സുവിശേഷവൽക്കരിക്കപ്പെട്ടാൽ മാത്രമേ ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലൂടെ മുന്നോട്ട് പോകുവാനും വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊരു വിഗ്രഹത്തിന് പിന്നാലെ പോകാൻ നമുക്ക് യാതൊരുവിധ അനുവാദവുമില്ല. വിഗ്രഹത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ക്രിസ്തുവിലാണ്, വിശുദ്ധ കുർബാനയിലാണ് ആശ്രയിക്കേണ്ടതെന്ന ബോധ്യം നമുക്ക് ലഭിക്കുവാനും കർത്താവ് ഇട നൽകട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.